ജീവെടുത്തു സുശീല, സുശീല ജീവെടുത്തത്. പൂജയായിരുന്നോ? ആ, എനിക്ക് കോടതി പോകാൻ സമയമായി. അല്ല, ഇന്നെന്താ നിന്റെ പരിപാടി? ആ യമകണ്ഠ കുറുപ്പിനെ ഒന്ന് കാണണം. കിട്ടാനുള്ള കാശിന്റെ കാര്യത്തില് ഒന്ന് ചൂടായി നിന്നില്ലെങ്കിൽ ചിലപ്പോ. വേണം വേണം, കിട്ടാനുള്ള കാശ് എത്രയും വേഗം വാങ്ങണം. ആ കാര്യത്തിൽ ഒരു അലംഭാവം ഉണ്ടാവണ്ട. ആ പിന്നെ ഇന്നെന്റെ കൊലക്കേസിന്റെ വിധി പറയുന്ന ദിവസമാ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ആ പ്രതിയുടെ ബന്ധുക്കളൊക്കെ നല്ല ജിംഖാന കക്ഷികളാ. ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് നീ ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. അല്ല, ഇന്നലത്തെ സംഭവം ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതി പറഞ്ഞതാ. കയ്യിലുള്ള പൈസയും കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയേക്കണം. അതാ നല്ലത്. ഓക്കെ? നീ പറഞ്ഞതുപോലെ ആ 10,000 രൂപ ഞാനിങ്ങ് കയ്യിലെടുത്തു. വല്ലാക്കിടിയും പറ്റി അത് കൈമറിഞ്ഞു പോണ്ട. നന്നായി. കുറച്ച് രൂപ സേഫ് ആയിട്ട് വയ്ക്കാൻ ഇവിടെ ഒരു ഇടമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നീ ഒരു കാര്യം ചെയ്യ്, ആ ബാങ്കിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താ ക്യാഷ് ആവശ്യമുള്ളപ്പോ ചെക്കായിട്ട് എഴുതിയെടുത്താൽ മതിയല്ലോ. ശരിയാ. അപ്പൊ യമകണ്ഠ കുറുപ്പിന്റെ നിനക്ക് കിട്ടാൻ പോകുന്ന 1,00,000 രൂപയും ബാങ്കിൽ തന്നെ ഇടാം. കറക്റ്റ്. നിനക്ക് ഇന്ന് സമയമില്ലെങ്കിൽ വേണ്ട, 2 ദിവസം കഴിഞ്ഞും മതി. അയ്യോ, ഇന്നെന്റെ കൊലക്കേസിന്റെ വിധിയാ. അപ്പൊ നമുക്ക് വൈകിട്ട് കാണാം. അതിങ്ങനെ എപ്പോഴെപ്പോഴും പറയണ്ട. സാറിന് കഴിക്കാൻ എന്താവോ? എനിക്ക് ഒരു പ്ലേറ്റ് മാഗി നൂഡിൽസും 2 ലിജ്ജത്ത് പപ്പടവും. അയ്യോ സാറേ, അങ്ങനത്തെ സാധനമൊന്നും ഇവിടെ ഇല്ല. ഇല്ലേ? പിന്നെന്തുണ്ട്? ഇവിടെ പുട്ടും കടലയും പിന്നെ ഇഡലിയും ദോശയും ചമ്മന്തിയും ഉണ്ട്. എന്നാല് പുട്ടും കടലയും ഇഡലിയും ദോശയും ചമ്മന്തി എടുത്തോളൂ. 2 ഏത്തപ്പഴം കൂടി. മുതലാളി ഐവാച്ചന്റെ കിരാത നടപടികൾ പ്രതിഷേധിച്ച് ഐവാൻ ടൈൽ ഫാക്ടറി തൊഴിലാളികൾ ഫാക്ടറി കവാടം പിക്കറ്റ് ചെയ്യുന്നു. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ആശയും ആവേശവുമായ ശ്രീമാൻ കൊഴിഞ്ഞാമ്പാറ ലോലൻ, ജനലക്ഷങ്ങളുടെ കണ്ണിനുണ്ണിയായ കൊഴിഞ്ഞാമ്പാറ ലോലൻ ഇന്ന് രാവിലെ കൃത്യം 10 മണിക്ക് വിക്കറ്റിംഗ് ഉദ്ഘാടനം ചെയ്യും. ആരായത്? ലോലൻ സാറോ? ചേച്ചി ഒരു ചായ. അല്ല സാറേ, ഈ പാവം ഒഴിവച്ചുള്ള കടവെല്ലാം എടുത്ത ഫാക്ടറി തുടങ്ങിയത്. ഇത് തുടക്കത്തിലെ എന്തിനാ മുടക്കുന്നത്? വല്ല പാവങ്ങളും പഴച്ചു പോയിക്കട്ടെ. അത് പിന്നെ കോയിക്കൽ തറവാട്ടുകാർ അവരുടെ നിന്നും ഐവാച്ചൻ ഇവരുടെ നിന്നും പറയുന്ന പ്രസ്തുത സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് ഫാക്ടറി അടിസ്ഥാനപരമായി തന്നെ ഒരു തർക്ക വസ്തുവാണ്. അങ്ങനെയുള്ള തർക്കങ്ങൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു തർക്ക വസ്തുവിൽ ഫാക്ടറി സ്ഥാപിക്കുകയും അതിന്റെ പേരിൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ബൂർഷ്വാ പിന്തിരിപ്പൻ നയത്തിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് ഈ നാട്ടിലെ പ്രബുദ്ധരായ ചായ. ചേച്ചി ഒരു ചായ എനിക്കും കൂടി. ഇനിയോ? ഇല്ലെങ്കിൽ കാപ്പി മതി. ഓ, വേം വേണം. വണ്ടിയെട്. തൊഴിലാളി വർഗത്തിന്റെ കണ്ണിലുണ്ണി കൊഴിഞ്ഞാമ്പാറ ലോലൻ. ഇവനെയൊക്കെ തീറ്റി പോറ്റേണ്ട ജോലിയും ബാക്കിയുള്ളവർക്കാ. എത്രയായി? 18 രൂപ 50 പൈസ. ചില്ലറയില്ലല്ലോ സാറേ. ബാക്കി ഞാൻ ചോദിച്ചില്ലല്ലോ. ഇവിടെ ടൂറിസ്റ്റ് ടാക്സി കിട്ടും. സോ യുവർ ഓണർ, വൺസ് അഗൈൻ ഞാൻ പറയുന്നു, ഈ കൊലക്കേസിൽ കുറ്റം ആരോപിക്കപ്പെട്ട എന്റെ കക്ഷി വെറും അപരാധിയാണ്. വാട്ട്? നിരപരാധിയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. വാദിഭാഗത്തെയും പ്രതിഭാഗത്തെയും വാദം കേട്ടതിന് പ്രകാരം ഈ കേസിലെ പ്രതിയായ സത്യനാരായണനെതിരായ കൊലക്കേസ് നിലനിൽക്കത്തക്കതായി കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. ആയതിനാൽ ഈ കേസിൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം നൽകാവുന്ന പരമാവധി ശിക്ഷ കിട്ടുവാൻ പ്രതി സത്യനാരായണൻ അർഹനാണ്. എങ്കിലും പ്രതിയുടെ പ്രായവും കുടുംബ പ്രാരാബ്ദങ്ങളും പരിഗണിച്ച് പ്രതി മോഷ്ടിച്ച വാഴക്കുലയുടെ വിലയായ 75 രൂപയും കോടതി ചിലവ് 400 രൂപയും വാദിക്ക് കൊടുക്കുവാനായി ഇതിനാൽ കോടതി ശിക്ഷ വിധിക്കുന്നു. മുതലാളി രാവിലെ തന്നെ എങ്ങോട്ടാ? ഫാക്ടറി അടച്ചു പൂട്ടിയിട്ട് ഒരാഴ്ചയായി. ഇവിടുത്തെ സംഘടിത തൊഴിലാളി വർഗത്തിന്റെ ആത്മാഭിമാനത്തിന്റെ മുന്നിലാണ് മിസ്റ്റർ ഐവാൻ നിങ്ങൾ കൊഞ്ഞണം കുത്തുന്നത്. കമ്പനി തുറക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ.
നിങ്ങളല്ലേ കമ്പനി തുറപ്പിക്കില്ല എന്ന് വാശി പിടിച്ചിരിക്കുന്നത്. ചിക്കാഗോയിൽ ചിന്തിയതും പുന്നപ്പറവയാറിൽ ഒഴുകിയതും ഒരേ രക്തമാണെന്നത് നിങ്ങളെപ്പോലുള്ള പിന്തിരിപ്പൻ മൂലാച്ചികൾ മറന്നു കളയുന്നു. മിസ്റ്റർ ഐവാൻ, നിങ്ങൾ കാലത്തിന്റെ ചുവരെടുത്തിന് മുന്നിൽ പുറംതിരിഞ്ഞ് നിൽക്കരുത്. എന്തൊക്കെ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ചുടുചോരയെന്നും മൂരാച്ചി എന്നൊക്കെ പറഞ്ഞ് കാലത്ത് തന്നെ ഭീഷണിപ്പെടുത്താതിലോല. എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അകത്തൊന്ന് സംസാരിക്കാം. വാ. ആ മാല അങ്ങോട്ട് ഊരിയിട്ടേ. എന്നാ കല്യാണത്തിന് പോവാ. ടാറ്റയും ബെർലയും മുതൽ താഴോട്ടുള്ള ഏതൊരു ബൂർഷ്വാ മുതലാളിയും ഇന്ന് വരെയും തൊഴിലാളികളോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം ഒന്ന് തന്നെയെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ അവകാശങ്ങളെ നിർദാക്ഷിണ്യം അവഹേളിച്ചു. ഇനി ഞങ്ങൾ പിന്നോട്ട് പോകില്ല മിസ്റ്റർ ഐവാച്ചൻ. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെച്ച ചരിത്രം തൊഴിലാളി വർഗത്തിനില്ല. മുന്നോട്ട് വെച്ച കാല് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിനി പിന്നോട്ട് വലിച്ചിട്ട് ലോക തൊഴിലാളികൾക്ക് ഒരു അപമാനം വേണ്ട എന്റെ ലോല. നിങ്ങൾ പരിഹസിക്കുകയാണോ മിസ്റ്റർ ഐവാച്ചൻ? ഓരോ തൊഴിലാളിക്കും ജീവിത വിലസൂചി ഉയർന്നതിന്റെ പേരിൽ 600 രൂപ മാസം കൂടുതൽ അനുവദിക്കുക, 25% ബോണസ്, ഓവർ ടൈം നിർത്തലാക്കി കൂടുതൽ തൊഴിലാളികളെ ജോലിക്കെടുക്കുക, ഇതിനൊക്കെ പുറമെ തൊഴിലാളി പീഡനം അവസാനിപ്പിക്കുക തുടങ്ങിയ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് മിസ്റ്റർ ഐവാൻ. എടോ തൊഴിലാളി നേതാവേ, ഞാൻ ഈ കമ്പനി എങ്ങനെയാ തുടങ്ങിയത് എനിക്കറിയോ? അത് പാർട്ടിക്ക് അറിയേണ്ട കാര്യമില്ല. അറിയണം. തൊഴിലാളികളുടെ അവകാശങ്ങളെ കുറിച്ച് കുറെ നേരമായാലോ താൻ കിടന്ന് പ്രസംഗിക്കണേ. എന്റെ വീടും പറമ്പും എന്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളും പണയം വെച്ചാ ഞാൻ ഈ കമ്പനി തുടങ്ങിയത്. ഇവിടെയുള്ള 10-15 സാധുക്കൾക്ക് പണിയും കിട്ടും, അതീ കൂടെ എനിക്കും ജീവിക്കാലോ എന്നൊരു ആശ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിന് താൻ ഈ ടാറ്റാനും ബിർലേനും ഒക്കെ എന്തിനാണോ ഈ ഓടിന്റെ ഇടയിലേക്ക് വലിച്ചിരുന്നേ? ഏട്ടോ ലോല, കഴിഞ്ഞ 6 മാസമായി ഈ കമ്പനി നടത്താൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ ചോര കുടിച്ചിട്ട് തനിക്ക് എന്തോ കാര്യം? എന്റെ തൊഴിലാളികളും ഞാനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലേ അത് ഞങ്ങൾ തമ്മിൽ തീർത്തോളാം. കാര്യം പോടോ. എന്തായി നേതാവേ? സ്നേഹിതരെ, നമ്മുടെ ന്യായമായ അവകാശങ്ങളെ പിച്ചു ചീന്തി ഒരു സമരത്തിലേക്ക് നമ്മളെ തള്ളിവിട്ട ഈ മൂരാച്ചി ഒത്തുതീർപ്പിന്റെ പേരിൽ എന്നെ വിളിച്ചു വരുത്തി അവമാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മുമ്പിൽ ഒത്തുതീർപ്പിന്റെ പാത എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞു. 15 തൊഴിലാളി കുടുംബങ്ങളെ സമരത്തിന്റെ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഈ തീച്ചുളയിലേക്ക് വലിച്ചെറിഞ്ഞത് ഞാനല്ല, നിങ്ങൾ ഈ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്നില്ലേ ഈ കൊരങ്ങനാ. ഇവൻ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത്, നശിപ്പിക്കാനാ. എനിക്ക് ഈ ലോലനെ മനസ്സിലായിട്ടില്ല. ഊഴിച്ചോ, എന്നെ കുടുംബത്തോടെ തട്ടിക്കളയും ഞാൻ. കഴിവേറി.